നമസ്കാരം. ഗസ് ഹാത്തവേ യഥാർത്ഥത്തിൽ സിഐയുടെ ഡയറക്ടർ ടർണറുടെ ഒരു സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മോസ്കോയിലെ എംബസി ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാനായി ഒരു ടെക്നീഷ്യനെയാണ് യഥാർത്ഥത്തിൽ ഗസ് ഹാത്തവേക്ക് വേണ്ടത്. ആ ടെക്നീഷ്യനെ വേണമെന്ന് ഗസ് ഹാത്തവേ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. ഗസ് ഹാത്തവേക്ക് മുന്നേ എംബസിയിൽ ഈ കേസ് ഓഫീസേഴ്സിന്റെ ചാർജ് വഹിച്ചിരുന്ന ഫൗൾട്ടനുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം ഉണ്ടായത്. അത് സംഭവിക്കുന്നത് 1977 ജനുവരിയിലാണ്. റോബർട്ട് ഫൗൾട്ടൺ ജനുവരിയിൽ ഒരു ദിവസം ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വാഹനത്തിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മോസ്കോയിലും US-ലുമൊക്കെ നമ്മുടെ പെട്രോൾ പമ്പുകളെ വിളിക്കുക ഗ്യാസ് സ്റ്റേഷൻ എന്നാണ്. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് റോബർട്ട് ഫൗൾട്ടന്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നു. അയാൾ ഫൗൾട്ടനോട് ചോദിച്ചു, സർ, താങ്കൾ ഒരു US പൗരനാണോ? അതേ എന്ന് ഫൗൾട്ടൺ പറഞ്ഞതും ഫൗൾട്ടന്റെ അടുത്തേക്ക് ഒരു തുണ്ട് പേപ്പർ ഇട്ടിട്ട് ആ മനുഷ്യൻ അങ്ങ് നടന്നുപോയി. ആ മനുഷ്യൻ നടന്നുപോയതും ഫൗൾട്ടൺ കുനിഞ്ഞ് ആ പേപ്പർ എടുത്തു. ആ പേപ്പറിൽ റഷ്യൻ ഭാഷയിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ചില രഹസ്യ വിവരങ്ങൾ സംസാരിക്കാൻ എനിക്ക് താങ്കളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമുണ്ട്. അതിന് അനുവാദം നൽകാമോ? അതാണ് ആ കുറിപ്പിലെ ആവശ്യം. എവിടെ വെച്ച് മീറ്റിംഗ് നടത്താമെന്നുള്ള സൂചന കൂടി ആ കുറിപ്പിലുണ്ട്. ആ കുറിപ്പ് വായിച്ച ഫൗൾട്ടന് ശരിക്കും ഒരു സംശയം ഉണ്ടാവുകയാണ്. ഫൗൾട്ടനെ കുരുക്കാനായി KGB ഒരു കെണി ഒരുക്കുന്നതാണോ എന്നൊരു സംശയമാണ് ആ സമയത്ത് ഫൗൾട്ടന് ഉണ്ടായത്. KGB അങ്ങനെ കെണികൾ ഒരുക്കാറുണ്ട്. KGB ഉദ്യോഗസ്ഥരെ US-ന് ആവശ്യമായ രഹസ്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ചാരന്മാരുടെ വേഷം കെട്ടിച്ച് US-ുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് എത്തിക്കുന്ന ഒരു പതിവ് KGB-ക്കുണ്ട്. KGB ചാരൻ US ഉദ്യോഗസ്ഥനെ കമ്പനി അടിക്കുന്നതോടുകൂടി KGB ചാരൻ റഷ്യയുടെ രഹസ്യങ്ങളൊക്കെ ആ US ഉദ്യോഗസ്ഥന് കൊടുത്തു തുടങ്ങി. ശരിക്കും ആ US ഉദ്യോഗസ്ഥനെ എല്ലാ തരത്തിലും വിശ്വസിപ്പിക്കാൻ കഴിയുന്ന രഹസ്യങ്ങളായിരിക്കും ആ KGB ഉദ്യോഗസ്ഥൻ കൊടുത്തു തുടങ്ങുക. ക്രമേണ ആ ഉദ്യോഗസ്ഥനും ആ US ഉദ്യോഗസ്ഥനും തമ്മിൽ നല്ലൊരു അടുപ്പമാവും. ആ സമയത്ത് ആ US ഉദ്യോഗസ്ഥന് KGB-യുടെ ആ ചാരന്റെ വകയായിട്ട് പല സമ്മാനങ്ങൾ കിട്ടി തുടങ്ങും. വാച്ചാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാനങ്ങളാകാം. ആ KGB ചാരനുമായി നല്ല അടുപ്പത്തിലായി കഴിഞ്ഞ US ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായിട്ടും സന്തോഷത്തോടുകൂടി ആ സമ്മാനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. ആ സമ്മാനങ്ങൾ KGB-ക്ക് ആ US ഉദ്യോഗസ്ഥനിൽ നിന്ന് രഹസ്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാവും. അതിനകത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവർ ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഈ കഥ ഫൗൾട്ടൺ അറിയാം. അതുകൊണ്ട് തന്നെ ആ തുണ്ടു പേപ്പറിൽ കണ്ട കാര്യം ഫൗൾട്ടൺ മൈൻഡ് ചെയ്തില്ല. 77 ജനുവരിയിലും ഫെബ്രുവരിയിലുമായി 3 തവണ കൂടി ആ വ്യക്തി ഫൗൾട്ടനെ ഇതുപോലെ സമീപിച്ചു. ഫൗൾട്ടനോട് പറയാൻ അയാളുടെ കയ്യിൽ കുറേയേറെ രഹസ്യങ്ങളുണ്ടെന്നാണ് ഓരോ തവണയും അയാൾ കൊടുക്കുന്ന കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഫൗൾട്ടൺ ഒരു കാരണവശാലും ഒരു ചതിയിൽ വീഴില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഫൗൾട്ടൺ ആ വ്യക്തിക്ക് പിടികൊടുക്കാതെ അതിവിദഗ്ധമായി ഒഴുകി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് 77 ഡിസംബർ എത്തുന്നത്. ആ സമയത്ത് ഫൗൾട്ടന് ആ മനുഷ്യൻ ഹാൻഡ് ഓവർ ചെയ്തത് കൃത്യമായി ടൈപ്പ് ചെയ്ത 2 പേജുകളാണ്. ടൈപ്പ് ചെയ്ത ആ പേജുകളിലൂടെ കടന്നുപോയ റോബർട്ട് ഫൗൾട്ടൺ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. USSRന്റെ ഏറ്റവും അത്യന്താധുനികമായ വിമാനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ആ പേജിനകത്തുള്ളത്. ആ വിമാനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചും അവയുടെ കപ്പാസിറ്റിയെക്കുറിച്ചും അവയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസുമാണ് ആ കുറിപ്പിനകത്ത് സൂചിപ്പിക്കുന്നത്. ഈ സമയത്താണ് റോബർട്ട് ഫൗൾട്ടന് പകരം ഗസ് ഹാത്തവേ മോസ്കോയിലെ US എംബസിയിൽ ആ തസ്തികയിലേക്ക് വരുന്നത്. ആ റിട്ടൺ ഡോക്യുമെന്റ് വായിച്ച ഹാത്തവേ ആ നിമിഷത്തിൽ തന്നെ US-ലെ CIA ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു കത്തെഴുതി. മോസ്കോയിൽ അവർക്ക് രഹസ്യങ്ങൾ നൽകാൻ തയ്യാറായി ഒരു പുതിയ ആൾ എത്തിയിട്ടുണ്ടെന്നും അയാളെ US-ന്റെ ചാരന്മാരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗസ് ഹാത്തവേ CIA ഡയറക്ടർ ടർണർക്ക് കത്തെഴുതുന്നത്. US കാത്തിരുന്ന ഇൻഫർമേഷനാണ് ആ അജ്ഞാതനായ സുഹൃത്ത് US എംബസിയിലെ റോബർട്ട് ഫൗൾട്ടന് ആദ്യം നൽകിയത്. ആ ഇൻഫർമേഷന്റെ കോപ്പി വെച്ചുകൊണ്ടാണ് ഗസ് ഹാത്തവേ CIA ഡയറക്ടർ ടർണർക്ക് കത്തെഴുതിയതെങ്കിലും ടർണറും ടീമും ഗസ് ഹാത്തവയുടെ ആവശ്യം ശരിക്കും നിരസിക്കുകയായിരുന്നു. ഒരു തരത്തിലും പുതുതായി ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ട എന്നുള്ള ടർണറുടെ തീരുമാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ആവശ്യം നിരസിക്കപ്പെടുന്നത്. ചാരപ്രവർത്തനത്തിന് വേണ്ടി സാറ്റലൈറ്റുകളും അതുപോലെ ടെക്നോളജി മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ടർണർ എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ടർണർ CIA കീഴിലുള്ള ചാരന്മാരുടെ എണ്ണം ഗണ്യമായി കുറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചാരന്മാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോസ്കോയിൽ ചാരന്മാരെ നിയന്ത്രിക്കുന്ന ഗസ് ഹാത്തവേ ഒരു പുതിയ ചാരനെ റിക്രൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ടർണറോട് ചോദിക്കുന്നത്. ടർണറും അയാളുടെ അഡ്മിനിസ്ട്രേഷനും ആ കാരണം കൊണ്ട് തന്നെ ഗസ് ഹാത്തവയുടെ ആ ആവശ്യത്തെ പൂർണ്ണമായും നിരസിച്ചു. CIA ഡയറക്ടർ ടർണറും
അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനും ഗസ് ഹാത്തവേയുടെ ആവശ്യം നിരസിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 1978 ഫെബ്രുവരി 16 ഗസ് ഹാത്തവേയും ഭാര്യയും സ്ട്രീറ്റിൽ കാർ ഒതുക്കിയിട്ട് സമീപത്തുള്ള കടയിലേക്ക് കയറാനായി ശ്രമിക്കുന്ന സമയത്ത് ഒരു അപരിചിതൻ നടന്ന് ഹാത്തവേയുടെ അടുത്തെത്തി. അയാൾ ഹാത്തവേ കണ്ടതും ഹാത്തവേക്ക് ഒരു കവർ ഹാൻഡ് ഓവർ ചെയ്തു. ആ കവറിനകത്തുള്ള ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. ചില സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ആരാണെന്നുള്ള കാര്യം തുടക്കത്തിൽ നിങ്ങളോട് പറയാത്തത്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ടെലിഫോൺ നമ്പർ തരാം. അങ്ങനെ എഴുതിയിട്ട് അയാൾ ഒരു ടെലിഫോൺ നമ്പർ എഴുതിയിരിക്കുകയാണ്. പക്ഷെ അവസാനത്തെ 2 അക്കം അവിടെ ഇല്ല. അതിന് താഴെയായി അയാൾ ആ കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ അവസാനത്തെ 2 അക്കം നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് മുന്നോട്ട് ചലിക്കുമ്പോൾ കൃത്യമായി കാണാൻ പറ്റും. അത് വായിച്ചു കഴിഞ്ഞതും ഗസ് ഹാത്തവേ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഹാത്തവേയും ഭാര്യയും റോഡിന്റെ ഇരുവശവും നോക്കിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ ഹാത്തവേയുടെ ഭാര്യ 2 പ്ലക്കാർഡുകൾ കണ്ടു. അതിനകത്ത് കൃത്യമായി 2 അക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അക്കങ്ങൾ കണ്ടതും ഗസ് ഹാത്തവേക്കും ഭാര്യയ്ക്കും അക്കാര്യം ഉറപ്പായി. അവർക്ക് മിസ്സായിരിക്കുന്ന ആ ടെലിഫോൺ നമ്പറുകളാണ് ആ 2 അക്കങ്ങൾ. ഉടൻ തന്നെ ഗസ് ഹാത്തവേയുടെ ഭാര്യ ആ നമ്പറുകൾ നോട്ട് ചെയ്തു. ഓഫീസിൽ മടങ്ങിയെത്തിയ ഗസ് ഹാത്തവേ അന്ന് തന്നെ അടിയന്തര പ്രാധാന്യമുള്ള കേബിളായി ആ ചാരനെ കൂടി കോപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ട് CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം അറിയിച്ചു. ഗസ് ഹാത്തവേ മോസ്കോയിലെ എംബസിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഗസ് ഹാത്തവേ വീണ്ടും വീണ്ടും ഒരേ കാര്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും CIA ഹെഡ്ക്വാർട്ടേഴ്സിലെ ആളുകൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകും. അവർ ഉടൻ ഒരാളെ ചുമതലപ്പെടുത്തി. ഗസ് ഹാത്തവേ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്ന ആ ചാരനെ ഒന്ന് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ആ ഉദ്യോഗസ്ഥന് കിട്ടിയത്. അയാൾ ആ ടെലിഫോൺ നമ്പറിലേക്ക് ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് കോൾ ചെയ്തു. ആ ചാരന്റെ ഭാര്യയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ആ ഫോണിലൂടെ ഒരു വിവരവും ആ CIA ഉദ്യോഗസ്ഥന് ലഭിക്കാതെ വന്നതും അക്കാര്യം അയാൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയുന്ന ആളുകളാണോ വിട്ടുപറയാത്ത ആളുകളാണോ തുടങ്ങിയ കാര്യങ്ങൾ CIAക്ക് അറിയണം. ചുമ്മാ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്ന ഒരാളിൽ നിന്ന് ഒരു രഹസ്യവും ലഭിക്കില്ല എന്ന് CIAക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ വെച്ച് CIA ഒരു പരിശോധന നടത്തിയത്. ആ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് CIA ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയ ആ ദിവസങ്ങളിൽ തന്നെ, അതായത് 1978 മാർച്ച് 1 ഗസ് ഹാത്തവേയും ഭാര്യയും അവർ സ്ഥിരമായി സാധനം പർച്ചേസ് ചെയ്യുന്ന കടയുടെ മുന്നിൽ വാഹനം നിർത്തിയിരിക്കുമ്പോൾ ഒരാൾ അവരെ സമീപിക്കുകയും ഒരു കെട്ട് പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. ആ പേപ്പർ കെട്ടിൽ 11 പേജുകളുണ്ട്. ആദ്യമായി ആ മനുഷ്യൻ അയാളെ സ്വയം പരിചയപ്പെടുത്തി. അയാൾ അഡോൾഫ് ടോൾക്കച്ചേവ് ആണ്. സോവിയറ്റ് യൂണിയന്റെ മിലിറ്ററി എയർക്രാഫ്റ്റ് നിർമ്മാണത്തിന്റെ കേന്ദ്ര ബന്ധുക്കളിൽ ഒരാളാണ് അദ്ദേഹം. അയാൾ സോവിയറ്റ് യൂണിയനെ എതിരായിട്ട് വിവരങ്ങൾ US ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ അയാളുടെ ഭാര്യയുടെ അച്ഛനും അമ്മയും സ്റ്റാലിന്റെ ഭരണകൂടം കൊന്ന വിഷയമാണ് ഉള്ളത്. സ്റ്റാലിൻ ഭരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് സോവിയറ്റ് യൂണിയനിൽ കൊല്ലപ്പെട്ടത്. ഏതെങ്കിലും ശൈലിയിൽ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആരെ കണ്ടാലും അവരെ അറസ്റ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്യാന്നുള്ളത് സ്റ്റാലിന്റെ ഭരണകൂടത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ യുവ എഞ്ചിനീയറുടെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ദേഷ്യം സോവിയറ്റ് ഭരണകൂടത്തോടും കമ്മ്യൂണിസ്റ്റ് ഭരണക്രമത്തോടും ഉണ്ടായി. അതുകൊണ്ടാണ് US ഏറ്റവും ആവശ്യമുള്ള USSRന്റെ ആ അത്യന്താധുനിക വിമാനങ്ങളുടെ ടെക്നോളജി ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. അഡോൾഫ് ടോക്കച്ചേവ് എന്ന ആ എഞ്ചിനീയർ US രഹസ്യ സംവിധാനങ്ങളുമായി സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗസ് ഹാത്തവേക്ക് അദ്ദേഹത്തെ ആ സംവിധാനത്തിന് ഭാഗമാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഭാഗമാക്കുന്നതിന് മുന്നേ US എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നുണ്ടോ എന്നുള്ള കാര്യം തീർപ്പ് കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. US എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നത് കൊണ്ടാണ് ആ 2 കേസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും അവർക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന 2 അസറ്റുകൾ കൊല്ലപ്പെട്ടതും. അക്കാര്യം ഗസ് ഹാത്തവേക്ക് പൂർണ്ണ ഉറപ്പാണ്. പക്ഷെ ഗസ് ഹാത്തവേയുടെ ആ നിഗമനത്തെ CIAയും NSAയും അതുപോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും അത്ര കാര്യമായി കാണുന്നില്ല. US എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നില്ല എന്ന അഭിപ്രായമാണ് അവർക്കൊക്കെ ഉള്ളത്. പക്ഷെ വീണ്ടും വീണ്ടും ഗസ് ഹാത്തവേ ആ രഹസ്യം ചോരുന്നത് കണ്ടുപിടിക്കണമെന്ന് ഹെഡ് ഓഫീസിലേക്ക് നിരന്തരമായി എഴുതിയതും അവസാനം CIA ഒരു കാര്യം സമ്മതിച്ചു. ഗസ് ഹാത്തവേ പറയുന്ന ഒരു ടെക്നീഷ്യനെ ആ കാര്യങ്ങൾ പരിശോധിക്കാനായി ചുമതലപ്പെടുത്താമെന്നാണ് CIA ഹെഡ്ക്വാർട്ടേഴ്സ് സമ്മതിച്ചത്. CIA ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ സമ്മതിച്ചതും ഗസ് ഹാത്തവേ ഒരു പേര് മുന്നോട്ട് വെച്ചു. ഗസ് ഹാത്തവേ മുന്നോട്ട് വെച്ചത് CIAയുമായി ശരിക്കും ശീതസമരത്തിൽ നിൽക്കുന്ന നാഷണൽ സെക്യൂരിറ്റി ഏജൻസി NSAയുടെ R9 എന്ന സംഘത്തിന്റെ തലവനായ ചാൾസ് ഗാൻഡിയാണ്. ചാൾസ് ഗാൻഡി ഒരു ഒന്നൊന്നര സംവിധാനമാണ്. ചാൾസ് ഗാൻഡി ഒരുപാട്
പുതിയ കണ്ടെത്തലുകൾ നടത്തിയ വ്യക്തിയുമാണ്. ചാൾസ് ഗാൻഡിയും CIA ഉദ്യോഗസ്ഥരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. വിയറ്റ്നാമിൽ US യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അനവധി തവണ CIAയും ആർമിയും സഹായിക്കാനായി ചാൾസ് ഗാൻഡി വിയറ്റ്നാമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും CIAക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായി NSAയിൽ നിന്ന് എപ്പോഴും എത്തുന്ന വ്യക്തി ചാൾസ് ഗാൻഡിയാണ്. ചാൾസ് ഗാൻഡി ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് ചാൾസ് ഗാൻഡി CIA ഉദ്യോഗസ്ഥരോട് സംസാരിക്കും. ആ സംഭവത്തിന്റെ പ്രത്യേകത, അത് ഉണ്ടാക്കുന്ന ലിവറേജ്, എല്ലാ കാര്യങ്ങളും ചാൾസ് അയാളുടെ സുഹൃത്തുക്കളായ CIA ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അവർ ചാൾസിനോട് പറയും, ഹേയ് ഗാൻഡി, ഇത് വലിയ ഗുണമുള്ള സാധനമല്ല, ഇതിനേക്കാളൊക്കെ നല്ല സാധനങ്ങൾ ഞങ്ങൾ CIAയുടെ വശമുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ചാൾസ് ഗാൻഡിയോട് അവർ പറഞ്ഞു കഴിഞ്ഞ് കൃത്യം ഒരു 5-6 മാസം കഴിയുമ്പോൾ CIAയുടെ കണ്ടെത്തലായി അതേ സാധനം രംഗത്ത് വരും. CIAയുടെ കീഴിലുള്ള ഇൻഡിപെൻഡന്റ് ഓൺട്രപ്രണേഴ്സ് കണ്ടെത്തിയ ചില എക്വിപ്മെന്റുകൾ ഇതാ CIAക്ക് ഒരുപാട് മേൽക്കോയ്മ നൽകുകയാണെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് പത്രത്തിൽ വരിക. ആ വാർത്ത വായിക്കുമ്പോൾ NSAയിലുള്ള ചാൾസ് ഗാൻഡിയുടെ സുഹൃത്തുക്കൾ ചാൾസിനോട് പറയും, ഹേയ് ചാൾസ്, നിന്നെ അവന്മാർ പറ്റിച്ചതാണല്ലോ. അത് കേൾക്കുമ്പോൾ ചാൾസ് അവരോട് പറയും, സാരമില്ല, അവന്മാർ എന്റെ സാധനം തന്നെയാണല്ലോ എന്നാലും ഉപയോഗിക്കുന്നത്. ചാൾസ് ഗാൻഡിക്ക് താൻ പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും CIA സഹായിക്കാൻ ശരിക്കും ഇഷ്ടമാണ്. അതിന്റെ കാരണം കുഞ്ഞുനാൾ പോലെ ചാൾസ് ഗാൻഡിയുടെ മനസ്സിലേക്ക് കയറിയ ആ ജെയിംസ് ബോണ്ട് ശൈലിയിലുള്ള സിനിമാ കഥാപാത്രങ്ങളാണ്. ജെയിംസ് ബോണ്ടിനെ പോലെ ഒരു ചാരനായി US-നെതിരെ പ്രവർത്തിക്കുന്ന സകല രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെയുള്ള ചാരന്മാരെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുന്ന വ്യക്തിയായിരുന്നു ഈ ചാൾസ് ഗാൻഡി. അതുകൊണ്ട് തന്നെ ചാൾസ് ഗാൻഡി ചാരപ്രവർത്തനത്തെ സഹായിക്കാൻ കഴിയുന്ന പുതിയ പുതിയ എക്വിപ്മെന്റ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ എക്വിപ്മെന്റുകളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സുഹൃത്തുക്കളായ CIA ഉദ്യോഗസ്ഥരോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ആ CIA ഉദ്യോഗസ്ഥർ കൃത്യം ഒരു 5-6 മാസം കഴിയുമ്പോൾ അതേ സാധനം അവരുടെ ലാബിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ കുറച്ച് വർഷങ്ങളായി തുടർന്നു വരുമ്പോഴാണ് NSAയുടെ ഡയറക്ടർ ചാൾസ് ഗാൻഡിയെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നത്. NSA ഡയറക്ടർ അഡ്മിറൽ ബോബി ഇൻമാൻ ചാൾസ് ഗാൻഡിയോട് പറഞ്ഞു, ഏയ് ചാൾസ്, അടിയന്തരമായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, ചാൾസ് മോസ്കോയിലേക്ക് പോവുകയാണ്. സാർ, എന്താ എന്റെ ഡ്യൂട്ടി? അതൊക്കെ അതാത് സമയത്ത് ചാൾസ് അറിഞ്ഞുള്ളൂ. ചാൾസ് ഗാൻഡിയെ അടുത്ത 1 മാസത്തേക്ക് മോസ്കോയിലേക്ക് ഡെപ്യൂട്ടി ചെയ്യുകയാണെന്നുള്ള വിവരമാണ് NSA ഡയറക്ടർ ചാൾസിനോട് പറഞ്ഞത്. ചാൾസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇൻമാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ചാൾസ് ഗാൻഡിയെ ആവശ്യപ്പെട്ടിരിക്കുന്നത് CIA തന്നെയാണ്. ബോബി ഇൻമാൻ ചാൾസ് ഗാൻഡിയെ CIA ആവശ്യപ്പെട്ട പ്രകാരമാണ് മോസ്കോയിലേക്ക് അയക്കുന്നത് പറഞ്ഞപ്പോൾ ചാൾസിനും ഒരു അതിശയം. സാധാരണഗതിയിൽ ഒരു കാരണവശാലും CIA NSAയിൽ നിന്നുള്ള ഒരു ടെക്നീഷ്യനെ ആ എംബസിയിലേക്ക് അയക്കാൻ ഒരു സാധ്യതയുമില്ല. അവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ആ US എംബസി എന്ന് പറയുന്നത്. അവിടേക്ക് NSA കടന്നു കയറുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് R9 തലപ്പത്തിരിക്കുന്ന ചാൾസ് ഗാൻഡി അവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും ചാൾസ് ഗാൻഡി അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് ഒരു തോന്നൽ CIAക്ക് ഉള്ളതാണ്. എന്നിട്ടും CIA സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ ചാൾസ് ഗാൻഡിക്ക് ഒരു അതിശയം. പക്ഷേ ബോബി ഇൻമാൻ പറഞ്ഞ ആവശ്യം കേട്ടപ്പോൾ ചാൾസ് ഗാൻഡിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവുകയാണ്. ചാൾസ് ഗാൻഡി കാലങ്ങളായിട്ട് NSAയിലും CIAയിലുമുള്ള അദ്ദേഹത്തിന്റെ ടീമുകളോട് ആ കാര്യം പറയാറുണ്ട്. സോവിയറ്റ് യൂണിയൻ അവർ കരുതുന്ന പോലെ ഉള്ള ഒരു രാജ്യമല്ല എന്നതാണ് ചാൾസ് ഗാൻഡിയുടെ അഭിപ്രായം. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കാനുള്ള ഉദ്യമത്തിൽ USSRനെ ബഹുദൂരം പിന്തള്ളി വിജയിക്കുകയും ആ അപ്പോളോ മിഷന് ശേഷം സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുന്ന മിഷനിലേക്ക് USA കടന്നിരിക്കുകയുമാണ്. ബഹിരാകാശ മേഖലയിൽ ബഹിരാകാശ ഗവേഷണത്തിലും ബഹിരാകാശ വാഹനങ്ങളുടെ നിർമ്മാണത്തിലും അമേരിക്ക സോവിയറ്റ് യൂണിയനെ എല്ലാ തലത്തിലും പിന്തള്ളിയിരിക്കുകയാണ്. അമേരിക്കയിലെ ഒത്തിരി സ്റ്റേറ്റുകളുണ്ട്. അതിൽ ടെക്സാസ് സ്റ്റേറ്റ് എടുത്താൽ ആ സ്റ്റേറ്റിലെ ഒരു വർഷത്തെ റവന്യൂ സോവിയറ്റ് യൂണിയന്റെ ആകെ റവന്യൂവിനേക്കാൾ വളരെ മുകളിലാണ്. എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സോവിയറ്റ് യൂണിയനെ സീരിയസ് ആയി കാണേണ്ട എന്ന അഭിപ്രായം NSAയിലെയും അതുപോലെ CIAയിലെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെയും FBI ഉദ്യോഗസ്ഥർക്കുള്ളത്. USA പ്രധാനപ്പെട്ട ഭരണ നേതാക്കൾക്കൊക്കെ ആ അഭിപ്രായമുണ്ട്. പക്ഷെ ആ അഭിപ്രായമല്ല ചാൾസ് ഗാൻഡിക്കുള്ളത്. ചാൾസ് ഗാൻഡി എല്ലാ സന്ദർഭത്തിലും കിട്ടുന്ന സദസ്സിലൊക്കെ USSRന് അമേരിക്കയേക്കാൾ മെച്ചമുള്ള ഒരു മേഖലയുണ്ടെന്ന് സൂചിപ്പിക്കാറുണ്ട്. അമേരിക്ക ഗവേഷണത്തിന് വേണ്ടി $12 മുടക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ $1 മുടക്കുക. സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഗവേഷണം നടത്താനുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അവിടെ നിന്ന് ഉണ്ടാകുന്ന അറിവുകളും കൂടുതലായിരിക്കും, ഉൽപ്പന്നങ്ങളും കൂടുതലായിരിക്കും. സോവിയറ്റ് യൂണിയന് ഒരു കാരണവശാലും
അമേരിക്കയോട് ഓടിയെത്താൻ പറ്റില്ല. അങ്ങനെ ആണെങ്കിലും ചാൾസ് ഗാൻഡി കണ്ടുപിടിച്ച ഒരു സിമ്പിൾ കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ ആ $1 മുടക്കുന്നത് ഏത് ഗവേഷണത്തിനാണെന്നുള്ളതാണ് കാതലായ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ചാൾസ് ഗാൻഡി അനവധി വർഷത്തെ നിരീക്ഷണങ്ങൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. USA വൻ തുക മുടക്കി റിസർച്ച് നടത്തി സൂപ്പർ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കും. ആ എയർക്രാഫ്റ്റുകളുടെ ടെക്നോളജി അടിച്ചു മാറ്റാനുള്ള ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ ആ $1 മുടക്കുന്നത്. എന്ന് പറഞ്ഞാൽ USA ഉണ്ടാക്കുന്ന ടെക്നോളജി അടിച്ചു മാറ്റാനുള്ള കേപ്പബിലിറ്റി അത് വളർത്തുകയാണ് യഥാർത്ഥ USSR ചെയ്യുന്നത്. കൂറ്റൻ എയർക്രാഫ്റ്റുകളാണെങ്കിലും മറ്റ് ടെക്നിക്കൽ ഉപകരണങ്ങളാണെങ്കിലും വളരെ നാളത്തെ ഗവേഷണം കൊണ്ട് ഒത്തിരി വർഷത്തെ പരിശ്രമം കൊണ്ടാണ് USA നിർമ്മിച്ചെടുക്കുക. അവർ അത് നിർമ്മിച്ചു കഴിയുമ്പോൾ അതുപോലെ ചോർത്തിയെടുക്കാനുള്ള ടെക്നോളജിയാണ് USSR വികസിപ്പിച്ചത്. ആ കാര്യത്തെക്കുറിച്ചാണ് ചാൾസ് ഗാൻഡി അയാളുടെ പ്രഭാഷണങ്ങളിൽ NSAക്കാരോടും CA-കാരോടും ഒക്കെ പറയുന്നത്. പക്ഷേ രണ്ട് ടീമും ചാൾസ് ഗാൻഡിയുടെ ആ അഭിപ്രായം മുഖവിലേക്ക് എടുക്കാറില്ല. അങ്ങനെ ഒരു കാര്യമേ സംഭവിക്കില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതിനുള്ള കേപ്പബിലിറ്റി ഒന്നും USSR ഇല്ല. അതിനുവേണ്ടി USA എപ്പോഴും എടുത്തടിക്കുന്ന ആ ഉദാഹരണം ടെക്സാസും USSR നമ്മളെ കമ്പാരിസനാണ്. ടെക്സാസിന്റെ ആകെ വരുമാനത്തിന്റെ താഴെ മാത്രമാണ് USSR ആകെ വരുമാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ചെറിയ രാജ്യമാണെന്ന് തോന്നൽ ആ സംഭാഷണം ഉണ്ടാക്കും. മനഃപൂർവ്വം USSR ഇടിച്ചു കാണിക്കുക എന്നുള്ളത് NSAയുടെയും CEയുടെയും ഉദ്യോഗസ്ഥരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അത് കേൾക്കുമ്പോഴൊക്കെ ചാൾസ് ഗാൻഡി പറയും, അങ്ങനെ അല്ല, അവർ നമ്മളെ വീട്ടിൽ കാശാക്കുകയാണ്, നമ്മൾ കാര്യമായി ഇടപെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചാൾസ് ഗാൻഡി പറയുമ്പോഴൊക്കെ ചാൾസ് ഗാൻഡിയെ വിമർശിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. പക്ഷെ ചാൾസ് ഗാൻഡി അയാളുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഡയറക്ടർ മോസ്കോയിലേക്ക് പോകാൻ റെഡിയാകാൻ ചാൾസ് ഗാൻഡിയോട് ആവശ്യപ്പെടുന്നത്. സോവിയറ്റ് യൂണിയൻ US-ൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുന്നു എന്നുള്ള സംശയം ചാൾസ് ഗാൻഡിക്ക് തോന്നിയത് ഒരു പ്രത്യേക സംഭവം മുതലാണ്. NSAയുടെ കീഴിലെ ഏറ്റവും ശക്തമായ ഡിവിഷനാണ് ആ കാലഘട്ടത്തിൽ R9 എന്ന ഡിവിഷൻ. അതിന്റെ തലപ്പത്താണ് ചാൾസ് ഗാൻഡി ഉള്ളത്. ചാൾസ് ഗാൻഡി ആ ഡിവിഷന്റെ തലപ്പത്തിരിക്കുന്ന സമയത്ത് CEയിൽ ചാരന്മാരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നത് ആംഗ്ലിറ്റൺ എന്ന വ്യക്തിയാണ്. ജെയിംസ് ജീസസ് ആംഗ്ലിറ്റൺ CIA-യുടെ കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനാണ്. ചാരന്മാരെ കുറിച്ചും എതിർ ചാരന്മാരെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ജെയിംസ് ജീസസ് ആംഗ്ലിറ്റന്റെ മേശപ്പുറത്ത് എത്തും എന്നുള്ളതാണ് സത്യം. ആ ജെയിംസ് ജീസസ് ആംഗ്ലിറ്റൺ കൗണ്ടർ ഇന്റലിജൻസിന്റെ തലപ്പത്തിരിക്കുന്ന സമയത്ത് അനവധി ചാരന്മാരെ കുറിച്ച് ഇൻഫർമേഷൻ CEയിലേക്ക് വന്നപ്പോൾ ആ ഇൻഫർമേഷൻ അവിടുന്ന് ചോർന്നതായി ഒരു സംശയം R9ന്റെ തലപ്പത്തിരിക്കുന്ന ചാൾസ് ഗാൻഡിക്ക് ഉണ്ടായി. ചാൾസ് ഗാൻഡി അക്കാര്യം NSA ഡയറക്ടറോടും ചാൾസ് ജീസസിന്റെ മുകളിലുള്ള CE ഡയറക്ടറേക്ക് അറിയിച്ചിരുന്നു. പക്ഷെ അവരാരും അന്ന് ചാൾസ് ജീസസ് ആംഗ്ലിറ്റനെ അത്ര സംശയത്തോടെ കണ്ടില്ല. R9ന്റെ തലപ്പത്തിരിക്കുന്ന ചാൾസ് ഗാൻഡി വളരെ നാളത്തെ ശ്രമഫലമായി കണ്ടെത്തുന്ന പല ടെക്നോളജിക്കൽ ഇന്നോവേഷനും അയാളുടെ CE സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുമ്പോൾ CE സുഹൃത്തുക്കൾ ആ ഉൽപ്പന്നം ഉണ്ടാക്കി അധിക ദിവസം കഴിയുമ്പോൾ അതിന്റെ കോപ്പി സോവിയറ്റ് യൂണിയനിൽ ഇറങ്ങുന്നതായി ഒരു ഇൻഫർമേഷൻ ചാൾസ് ഗാൻഡിക്ക് ലഭിച്ചു തുടങ്ങിയതോടുകൂടി ചാൾസിന് ഈ ആംഗ്ലിറ്റനിലുള്ള സംശയം വർദ്ധിച്ചു തുടങ്ങി. സോവിയറ്റ് യൂണിയന്റെ ചാരൻ US-ന്റെ ഏറ്റവും വലിയ ചാരസംഘടനയായ CEയുടെ ഏതാണ്ട് തലപ്പത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ള വാർത്ത സ്വാഭാവികമായി ഒരു ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആംഗ്ലിറ്റൺ കൃത്യമായിട്ടും USSRന് USA ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ചാൾസിനുള്ളത്. ചാൾസിന്റെ തോന്നലാണ് ചാൾസ് ഡയറക്ടർക്ക് പങ്കുവയ്ക്കുന്നത്. പക്ഷെ ഡയറക്ടർമാർ രണ്ടുപേരും NSAയുടെ ആണെങ്കിലും CEയുടെ ആണെങ്കിലും അക്കാര്യം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ആംഗ്ലിറ്റനെതിരെ ചാൾസ് ഗാൻഡി അനവധി തെളിവുകൾ നൽകിയിട്ടും CE ഡയറക്ടേഴ്സ് ആ വിഷയത്തിൽ കണ്ണടച്ചെങ്കിലും 1975 CE ഡയറക്ടർ വില്യം ഗോൾബി അവസാനം ആംഗ്ലിറ്റനെ പുറത്താക്കി. ആംഗ്ലിറ്റൻ പുറത്താക്കപ്പെട്ടെങ്കിലും ചാൾസ് ഗാൻഡിക്ക് അക്കാര്യം ഉറപ്പായി. USA-യിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ സോവിയറ്റ് യൂണിയന് വളരെ വ്യക്തമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ എവിടേക്ക് ഉണ്ടെന്ന് മാത്രമാണ് ഇനി തിരിച്ചറിയേണ്ടത്. CEയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് കൗണ്ടർ ഇന്റലിജൻസ്, പ്രതിചാരപ്രവർത്തനം എന്ന് പറയും. ആ പ്രതിചാരപ്രവർത്തനം നടത്തേണ്ട സംവിധാനത്തിന്റെ തലപ്പത്തിരുന്ന വ്യക്തി USSRന് വേണ്ടി USA-യുടെ രഹസ്യങ്ങൾ ചോർത്തുകയായിരുന്നു എന്നുള്ളൊരു ധാരണയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വരുന്നത്. അവിടം വരെ സ്വാധീനിക്കാൻ USSRന് പറ്റിയെങ്കിൽ USSR എവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ചാൾസ് ഗാൻഡി അയാളുടെ എല്ലാ മീറ്റിങ്ങുകളിലും NSA ഉദ്യോഗസ്ഥരോടും CA ഉദ്യോഗസ്ഥരോടും വ്യക്തമായി അക്കാര്യം പറയുന്നത്.
ചാരപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ് USSR. ചാൾസ് ഗാൻഡിയുടെ ഇടപെടൽ കൊണ്ടാണ് ആംഗ്ലിറ്റൺ തെറിച്ചെന്നുള്ള വിവരം CIA ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ CIA ചാൾസ് ഗാൻഡിയെ ഒരു കാരണവശാലും അവരുടെ ഒരു മിഷന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഇല്ലാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് CIA തന്നെ ചാൾസ് ഗാൻഡിയെ മോസ്കോയിലുള്ള US എംബസിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താകാം അതിന്റെ പിന്നിലെ കാരണം? ചാൾസ് ഗാൻഡിയുടെ മനസ്സിൽ ആ ചോദ്യമുണ്ട്. CIAക്കോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോ കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിൽ KGB US എംബസിയുടെ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടോ? ചാൾസ് ഗാൻഡിയുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന ഉത്തരം ആ ചോദ്യമാണ്. CIA ഉദ്യോഗസ്ഥർക്കോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മിടുക്കന്മാർക്കോ ആ സംശയത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഇനി തന്നെ മോസ്കോയിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചത്? ഇനി അഥവാ താൻ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്നൊരു ധാരണ CIA ഹയർ അതോറിറ്റികൾക്ക് ഉണ്ടായതാണോ? NSA മീറ്റിങ്ങുകളിലും CIA മീറ്റിങ്ങുകളിലും ചാൾസ് ഗാൻഡി വ്യക്തമായും സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ കാര്യമുണ്ട്. USSRയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏത് സ്ഥലത്തുമുള്ള അമേരിക്കൻ സ്ഥാപനങ്ങളിൽ നിന്ന് ടെലിഫോൺ ലൈനുകൾ വഴിയും ഇലക്ട്രിസിറ്റി വരുന്ന ലൈന് വഴിയും വിവരങ്ങൾ ശേഖരിക്കാൻ KGBക്ക് പറ്റുമെന്നാണ് ചാൾസ് ഗാൻഡിയുടെ അഭിപ്രായം. ആ കാലഘട്ടത്തിൽ എല്ലാ എംബസികളിലും ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ വെച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴും കറണ്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അക്ഷരങ്ങൾ മാറുന്ന അനുസരിച്ച് കറണ്ട് ഉപയോഗിക്കുന്നതിൽ വ്യത്യാസവും ഉണ്ടാകും. ആ വ്യത്യാസം കൃത്യമായി നോട്ട് ചെയ്ത് ഡീകോഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം USSR ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ചാൾസ് ഗാൻഡിയുടെ അഭിപ്രായം. ആ ബിൽഡിംഗിലേക്ക് വരുന്ന വൈദ്യുതി ലൈനിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ആ ബിൽഡിംഗിൽ ടൈപ്പ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി നോട്ട് ചെയ്ത് റീഡ് ചെയ്യാൻ USSRന് പറ്റുന്നുണ്ടെന്നുള്ള ചാൾസ് ഗാൻഡിയുടെ ആ വിലയിരുത്തൽ വിശ്വസിക്കാൻ CIA ഉദ്യോഗസ്ഥരും NSA ഉദ്യോഗസ്ഥരും ആദ്യം വിസമ്മതിച്ചിരുന്നതാണ്. ഇനിയിപ്പോ അവർക്ക് അതിൽ വിശ്വാസം വന്നോ? അതുകൊണ്ടായിരിക്കുമോ തന്നെ മോസ്കോയിലേക്ക് വിളിപ്പിക്കുന്നത്? ചാൾസ് ഗാൻഡിക്ക് സംശയം കൂടുകയാണ്. ചാൾസ് ഗാൻഡി മറ്റൊരു സംശയം കൂടി അവരോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ ഒരു മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ മുറിക്ക് പുറത്ത് കൃത്യം അകലത്തിൽ ആ മുറിയിലെ ചെറിയ ദൂരങ്ങളിലൂടെ അകത്തെ സംഭാഷണം പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഉപകരണങ്ങൾ USSR ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. ആ സംഭാഷണം കൃത്യമായും USSRന്റെ ഉപകരണങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ബഗ്സ് ആ ബിൽഡിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ USSR സ്ഥാപിച്ചിട്ടുണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾ തിരയാൻ സാധ്യതയില്ലാത്ത ഏത് സ്ഥലത്ത് വേണമെങ്കിലും അത് ഉണ്ടാകാം. 1951 US അംബാസഡർക്ക് ലഭിച്ച ആ സീല് അതിന്റെ ഏറ്റവും മകുട ഉദാഹരണമാണ്. ആ സീല് ഒരു ട്രാൻസ്മിറ്റർ ആണെന്നുള്ള കാര്യം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് USA കണ്ടെത്തുന്നത്. ഗേൾസ് ഹൈസ്കൂളിലെ പെൺകുട്ടികൾ കൊണ്ടുകൊടുത്ത സമ്മാനം എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി ആ സീല് വാങ്ങിച്ചു വെച്ച അംബാസഡർ അവിടെ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും USSR അതാത് സമയത്ത് അറിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ള കഥ പിൽക്കാലത്ത് വലിയ സംഭവമായി മാറിയതാണ്. ചാൾസ് ഗാൻഡി അതുകൊണ്ട് തന്നെ USSRന്റെ ആ രഹസ്യങ്ങൾ ചോർത്താനുള്ള എബിലിറ്റിയെ കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തുകയും ആ പഠനം ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അന്നൊക്കെ ചാൾസ് ഗാൻഡിയെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇതാ ചാൾസ് ഗാൻഡിയെ മോസ്കോയിലേക്ക് വിളിപ്പിക്കുകയാണ്. ചാൾസ് ഗാൻഡി ഉടൻ തന്നെ റെഡിയാകാൻ ആരംഭിച്ചു. NSAയുടെ R9 തലപ്പത്തിരിക്കുന്ന സാക്ഷാൽ ചാൾസ് ഗാൻഡിയാണ് US ഡിപ്ലോമാറ്റ് ആയിട്ട് മോസ്കോയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വിവരം സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയൻ അറിഞ്ഞു. സോവിയറ്റ് യൂണിയൻ വിസ അനുവദിച്ചാൽ മാത്രമേ USAയിലെ ഡിപ്ലോമാറ്റുകൾക്ക് മോസ്കോയിലേക്ക് വരാൻ പറ്റൂ. അവർ ചാൾസിന് വിസ കൊടുക്കാൻ വിസമ്മതിച്ചു. ഒരു കാരണവശാലും ചാൾസ് ഗാൻഡിക്ക് മോസ്കോയിലേക്ക് വരാനുള്ള വിസ കൊടുക്കാൻ പറ്റില്ല എന്ന് USSR തീർത്തു പറഞ്ഞു. അങ്ങനെ അവർ പറയാനുള്ള കാരണം അവർക്ക് ചാൾസ് ഗാൻഡിയെ അറിയാവുന്നത് കൊണ്ടാണ്. ചാൾസ് ഗാൻഡിക്ക് എന്തൊക്കെ പറ്റുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. USSR ചാൾസ് ഗാൻഡിയുടെ വിസ നിഷേധിച്ചതും തികച്ചും അപ്രതീക്ഷിതമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തു. ചാൾസ് ഗാൻഡിയുടെ വിസ USSR അനുവദിക്കുന്നില്ലെങ്കിൽ USSRൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സകല ഡിപ്ലോമാറ്റുകളുടെയും വിസ US റദ്ദാക്കും. ഒരാൾക്കും വിസ കൊടുക്കില്ല. സാധാരണഗതിയിൽ ചാൾസ് ഗാൻഡിയുടെ അഭിപ്രായങ്ങളോട് അത്ര താല്പര്യം കാണിക്കാത്ത ആളുകളാണ് ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് CIAയും NSAയും ഏതാണ്ട് ഒരേ ശ്വാസത്തിൽ ആ ആവശ്യം ഉന്നയിക്കുകയാണ്. ചാൾസ് ഗാൻഡിക്ക് വിസ കൊടുത്താൽ മാത്രമേ ഇനി USSRന്റെ ഡിപ്ലോമാറ്റുകൾക്ക് USലേക്ക് വരാൻ പറ്റൂ. രണ്ട് രാജ്യത്തു നിന്നും ഇഷ്ടംപോലെ ഡിപ്ലോമാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് പരസ്പരം കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. USSRന്റെ ഡിപ്ലോമാറ്റുകൾക്ക് USലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പൂർണ്ണ ഉറപ്പായതും അവസാനം സോവിയറ്റ് യൂണിയൻ വഴങ്ങി. ചാൾസ് ഗാൻഡിക്ക് അവർ വിസ അനുവദിച്ചു. തന്റെ വിസ അലോട്ട് ചെയ്ത വിവരം അറിഞ്ഞതും ചാൾസ് ഗാൻഡി ലാംഗ്ലിയിലുള്ള CIA ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി.
അവരുടെ ആവശ്യപ്രകാരമാണല്ലോ ചാൾസ് കാൻഡി മോസ്കോയിലേക്ക് പോകുന്നത്. ചാൾസ് ആ CI ബിൽഡിങ്ങിലെത്തി അദ്ദേഹത്തിന് കാണേണ്ട ആളിന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ചാൾസിന്റെ മുന്നിലേക്ക് വന്നു. ഹലോ മിസ്റ്റർ ചാൾസ് കാൻഡി, ഞങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ചാൾസിന്റെ മുന്നിലേക്ക് വന്നത്. ആ ചെറുപ്പക്കാരനേക്കാൾ ലേശം പൊക്ക കൂടുതലുണ്ട് ആ ചെറുപ്പക്കാരിക്ക്. രണ്ടുപേരും ശരിക്കും വിരിഞ്ഞ മാർദ്ദമുള്ളവരാണ്. അവരുടെ ആ ബോഡി ലാംഗ്വേജ് അവർ സൈന്യവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് വിളിച്ചു പറയുകയാണ്. സൈന്യത്തിൽ നിന്ന് CIAയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ടുപേരാണ് അവർ എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ യുവതി സ്വയം പരിചയപ്പെടുത്തി. സർ, എന്റെ പേര് എലൻ, ഇത് ടോണി. ഞങ്ങള് കിഴക്കൻ മേഖലയിലെ സോവിയറ്റ് യൂണിയനുമായി കണക്ട് ചെയ്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേസ് ഓഫീസേഴ്സ് ആണ്. സാധാരണഗതിയിൽ കേസ് ഓഫീസേഴ്സ് അവരുടെ ഐഡന്റിറ്റി പുറത്തൊരാളോട് പറയാറില്ല. പക്ഷേ ഇവിടെ ചാൾസ് കാൻഡിയെ കണ്ട നിമിഷത്ത് തന്നെ അവർ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുകയാണ്. അവർ പറഞ്ഞ കാര്യത്തിൽ ചിലത് സത്യവും ചിലത് കള്ളവുമാണെന്ന് കേട്ട നിമിഷത്ത് തന്നെ ചാൾസ് കാൻഡിക്ക് തോന്നുകയാണ്. കള്ളമായി ചാൾസ് കാൻഡിക്ക് തോന്നിയത് അവരുടെ പേരുകളാണ്. അവർ സോവിയറ്റ് യൂണിയനുമായി കണക്ട് ചെയ്ത USSന്റെ ചാരപ്പുറത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ശരിയാകാനുള്ള സാധ്യതയുമുണ്ട്. ചാൾസ് അവരോട് സംസാരിച്ചു തുടങ്ങിയതും അവർ അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. സർ, അങ്ങ് മോസ്കോയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഓക്കെ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? സർ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചില ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. ഹേയ്, നിങ്ങളെന്തായി പറയുന്നത്? CIAക്ക് വേണ്ടി ഞാൻ ദൗത്യം ഏറ്റെടുക്കണം? ഞാൻ ആ എംബസിയുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ പോകുന്നത്. നിങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചാൾസ് കാൻഡി അത് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. മോസ്കോ ശരിക്കും നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. KGBയുടെ കണ്ണുകൾ എല്ലാ നിമിഷവും മോസ്കോയിലെ US എംബസിക്ക് അകത്തും പുറത്തുമുണ്ട്. അവിടെ CIAക്ക് വേണ്ടി ഒരു ചാരപ്രവർത്തനം നടത്താനായി ചാൾസ് ഗാൻഡി ശ്രമിച്ചാൽ ആ നിമിഷം ചാൾസ് ഗാൻഡി പിടിക്കപ്പെടും. ചാൾസ് ഗാൻഡിയെ അങ്ങനെ KGB അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് കരുതി ചാൾസ് ഗാൻഡിയെ കുരുക്കാൻ വേണ്ടി CIA തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണോ? അങ്ങനെ തോന്നലാണ് ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സംസാരിക്കുന്ന കേട്ടപ്പോൾ ആദ്യം ചാൾസിന്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ തോന്നലുണ്ടാകാൻ ഒരു കാരണമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണ് FBI KGBയുടെ 2 ഓഫീസേഴ്സിനെ ന്യൂയോർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. രണ്ടുപേരും ഡിപ്ലോമാറ്റുകളാണ്. പക്ഷെ ആ ഡിപ്ലോമാറ്റ് വേഷത്തിലാണെങ്കിലും അവർ KGBയുടെ ചാരന്മാരാണെന്ന് വ്യക്തമായും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ FBI അവരെ പൊക്കിയതാണ്. ആ രണ്ടുപേരെയും വിട്ടുകിട്ടാനായി സ്വാഭാവികമായിട്ടും KGB ഒരു ശ്രമം നടത്തും. അക്കാര്യം CIAക്ക് അറിയാം. ആ രണ്ടുപേരും വിട്ടുകിട്ടുന്നതിന് പകരമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ചാൾസ് കാൻഡിയെ വെച്ച് വിലപേശുന്നതായിരിക്കും എളുപ്പമെന്ന് ഒരു ധാരണ CIA ഉണ്ടാക്കിയിട്ട് ചാൾസ് കാൻഡിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരു പരിപാടി ഉണ്ടാക്കുന്നതാണോ? KGBയുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ 2 ഡിപ്ലോമാറ്റുകളെയും USSRന് വിട്ടുകൊടുക്കാൻ CIA തത്വത്തിൽ തീരുമാനിച്ചു എന്നാണ് ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കണം. കഥ ഉണ്ടാക്കാൻ പറ്റിയത് ഏറ്റവും അനുയോജ്യമായ ഒരാൾക്ക് വേണ്ടി അവർ വിട്ടുകൊടുത്തു എന്നും ഒരു കഥ ഉണ്ടാക്കുന്നതാണ്. ഏറ്റവും അനുയോജ്യനായ ആളെന്ന് പറയുമ്പോൾ NSAയുടെ തലപ്പത്തിരിക്കുന്ന R9 തലവനായ ചാൾസ് ഗാൻഡിക്ക് വേണ്ടിയാണെങ്കിൽ ആരും പിന്നെ ചോദിക്കത്തില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ ചെറുപ്പക്കാരുടെയും ആവശ്യത്തിന് പിന്നിലുണ്ടെന്ന് ഒരു തോന്നൽ ചാൾസ് കാൻഡിക്ക് ഉണ്ടായതും ചാൾസ് അവരോട് പറഞ്ഞു, നോക്ക്, ഞാൻ വെറും 1 മാസത്തെ ഒരു ദൗത്യവുമായി അവിടെ പോകുന്നതാണ്. എന്റെ ദൗത്യം പൂർണ്ണമായും ടെക്നിക്കലാണ്. നിങ്ങളീ പറയുന്ന നിങ്ങളുടെ CIAക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെ ചാൾസ് കാൻഡി പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് എണീറ്റു. അയാൾ ഒരു ടെലിഫോൺ നമ്പർ എഴുതിയ കാർഡ് ചാൾസിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഞാൻ താങ്കളുടെ സ്റ്റാൻഡ് കൃത്യമായും മനസ്സിലാക്കുന്നു. എപ്പോഴെങ്കിലും മനസ്സ് മാറുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ ആ കാർഡ് ചാൾസ് കാൻഡിക്ക് കൊടുത്തത്. ചാൾസ് കാൻഡി ആ നമ്പറിലേക്ക് നോക്കിയിട്ട് ആ കാർഡ് സൂക്ഷിച്ച് അയാളുടെ പോക്കറ്റിലേക്ക് വെച്ചു. ചാൾസ് കാൻഡിക്ക് US നിന്ന് മോസ്കോയിലേക്ക് യാത്ര ചെയ്യാനായി എയ്റോഫ്ലോട്ടിന്റെ ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. USA നിന്ന് മോസ്കോയിലേക്ക് ആ വിമാനം ഡയറക്റ്റായിട്ട് പറക്കുകയല്ല. എയ്റോഫ്ലോട്ടിന്റെ വിമാനം വരുന്ന വഴിക്ക് ബൾഗേറിയയിൽ ഒന്ന് ലാൻഡ് ചെയ്യും. ബൾഗേറിയയിലെ സോഫിയയിൽ. അവിടെ അന്ന് സ്റ്റോപ്പ് ഓവറാണ്. അവിടെ യാത്രക്കാർക്ക് തങ്ങാനുള്ള സംവിധാനം അവർ ഒരുക്കുന്നുണ്ട്. പിറ്റന്നായിരിക്കും മോസ്കോയിലേക്ക് തിരിക്കുക. ആ യാത്രാ പരിപാടി വായിച്ച ചാൾസ് കാൻഡി ഉടൻ തന്നെ മറ്റൊരു എയർലൈൻ ബുക്ക് ചെയ്യായിരുന്നു. ആ വിമാനം US നിന്ന് നേരെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് പറക്കുക. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് മോസ്കോയിലേക്ക്. US നിന്ന് ഫ്രാങ്ക്ഫർട്ടിലെത്തി ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് മോസ്കോയിലേക്ക് പറക്കുമ്പോൾ ചാൾസ് കാൻഡി ആലോചിച്ചതും ആ വിഷയമാണ്. ചാൾസ് കാൻഡിക്ക് വേണ്ടി എയർ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് തലയ്ക്കകത്ത് ആൾ താമസമില്ലേ? ആ ചോദ്യമാണ് ചാൾസ് കാൻഡിയുടെ മനസ്സിലേക്ക് വന്നത്. ചാൾസ് കാൻഡി NSAയുടെ ഏറ്റവും
രഹസ്യ സ്വഭാവമുള്ള R9 തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ ചാൾസ് കാൻഡിക്ക് എന്തൊക്കെ കഴിയുമെന്നതിനെ കുറിച്ച് KGBക്ക് നന്നായിട്ട് അറിയാം. KGBയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എയ്റോഫ്ലോട്ടിനകത്ത് ചാൾസ് കാൻഡിയെ കയറ്റി അയക്കുമ്പോൾ ചാൾസ് കാൻഡിയുടെ ജീവന് എന്താണ് സുരക്ഷിതത്വമുള്ളത്? ആ ചോദ്യം എന്തുകൊണ്ട് എയർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലേക്ക് വന്നില്ല? അതിനേക്കാൾ ഏറെ കുഴപ്പം പിടിച്ച ഒരു കാര്യം, ഒരു രാത്രി സ്റ്റോപ്പ് ഓവറായിട്ട് ബൾഗേറിയയുടെ സോഫിയ തിരഞ്ഞെടുത്തതാണ്. സോവിയറ്റ് ചേരിയിലുള്ള രാജ്യമാണ് ആ കാലഘട്ടത്തിൽ ബൾഗേറിയ. ബൾഗേറിയയുടെ സോഫിയയിൽ ഒരു ഹോട്ടലിൽ ചാൾസ് കാൻഡി കഴിയുമ്പോൾ ചാൾസ് കാൻഡിക്ക് പ്രത്യേകിച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ആ രാത്രിയിൽ ആ ഹോട്ടലിൽ കഴിയുന്ന ചാൾസ് കാൻഡിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കും. ആ കാര്യം എന്തുകൊണ്ട് USA ആ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാതെ പോയി? ആ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ചാൾസ് കാൻഡി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഫ്രാങ്ക്ഫർട്ടിലേക്കും അവിടെ നിന്ന് മോസ്കോയിലേക്കും എയർ ടിക്കറ്റ് എടുത്തത്. US ഒരു കൊമേഴ്സ്യൽ എയർലൈനിലാണ് മോസ്കോയിലേക്ക് ചാൾസ് കാൻഡി വരുന്നത്. അതിരാവിലെ മോസ്കോ എയർപോർട്ടിന് മുകളിലേക്ക് ആ വിമാനം പറന്നു വരുമ്പോൾ ചാൾസിന് ആ വിമാനത്താവളം വളരെ വിസിബിൾ ആണ്. ശരിക്കും മനോഹരമായ ഒരു നഗരമാണ് മോസ്കോ. 2 റൗണ്ടുള്ള ഒരു നഗരം എന്ന് പറയാം. അതിമനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പുരാതനങ്ങളായ ബിൽഡിങ്ങുകൾ കൊണ്ട് സമ്പന്നമാണ് മോസ്കോ. ആ മോസ്കോയിലേക്കാണ് താനിതാ വരുന്നത്. ചാൾസ് കാൻഡിയുടെ വിമാനം ലാൻഡ് ചെയ്ത് ചാൾസ് കാൻഡി എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ ചാൾസിനെ കാത്ത് ഒരു ഉദ്യോഗസ്ഥൻ നിപ്പുണ്ട്. ആ ഉദ്യോഗസ്ഥനൊപ്പം ചാൾസ് കാറിലേക്ക് കയറി. ആ കാറ് റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ ചാൾസ് ഒരു കാര്യം കണ്ടു. 4 കാറുകൾ അയാളുടെ കാറിനെ പിന്തുടരുകയാണ്. പിന്തുടരുന്ന കാറുകളിൽ ഒരെണ്ണം അല്പസമയം കഴിഞ്ഞപ്പോൾ ചാൾസിന്റെ കാറിന് സമാന്തരമായി എത്തി. ചാൾസിന്റെ കാറിന് സമാന്തരമായി ആ കാർ എത്തിയതും ആ കാറിലിരുന്ന 2 പേർ ചാൾസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ കാറിലിരിക്കുന്നത് KGB ഉദ്യോഗസ്ഥരാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അവർ കണ്ണുകൊണ്ട് ചാൾസിന് ഒരു താക്കീത് കൊടുക്കുകയാണ്. ചാൾസിനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ആ കാർ സാവധാനം അങ്ങ് പാഞ്ഞു പോയി. തൊട്ടുപുറകെ ബാക്കി കാറുകളും അങ്ങ് പാഞ്ഞു പോവുകയാണ്. ചാൾസ് വന്നത് കാര്യം ഞങ്ങളിതാ അറിഞ്ഞിരിക്കുന്നുവെന്ന് KGB ചാൾസിനോട് പറയാതെ പറയുകയാണ്. ചാൾസ് കാൻഡിയുടെ ആ വരവ് KGB ഒന്ന് ഉലച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. KGB ചാൾസ് കാൻഡിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയായിട്ട് ആ ഫോളോ ചെയ്ത കാറുകളും ആ കാറിനകത്തിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആ നോട്ടത്തെയും നമുക്ക് വിലയിരുത്താം. ശരിക്കും രസകരമായ ഒത്തിരിയേറെ രംഗങ്ങളുടെ തുടർച്ചയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. മോസ്കോയിലെ ആ ചാരന്റെ കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് മോസ്കോയിലെ ചാരന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.